ഹായ് ഓൾ. പൊങ്കാല എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എ ബിനിൽ ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ് നിർവഹിച്ച് ശ്രീനാഥ് ഭാസി നായകനായി എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പൊങ്കാല. ദുർഗാകൃഷ്ണ, ഹാരിഷ് ഉത്തമൻ, പ്രവീണ, ഇന്ദ്രൻ, സലൻസിയർ, ഷമ്മി തിലകൻ, ബാബുരാജ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഒരു കടലോര ഗ്രാമത്തിൽ ജീവിക്കുന്ന അബി ആണ് ഇതിലെ പ്രധാന കഥാപാത്രം. ശ്രീനാഥ് ഭാസിയാണ് അതിൽ ആ റോൾ ചെയ്തിരിക്കുന്നത്. അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. 2.25 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ബി അനിലിന് പ്രേക്ഷകനോട് എന്തോ മുൻവൈരാഗ്യമുള്ളതുപോലെ എടുത്തു വച്ചിരിക്കുന്ന ഒരു സിനിമയാണ് പൊങ്കാല. 5 മിനിറ്റ് ഇടവിട്ട് അടിപിടി, 10 മിനിറ്റ് ഇടവിട്ട് പാട്ട്, പിന്നെ ചുരുളി, മാർക്കോ, ചെമ്മീൻ തുടങ്ങിയ പഴയ സിനിമകളിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകൾ കുറെ വേറെയുണ്ട്. ഇത് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ആ സിനിമയിലുള്ളതാണ്, ഇത് ഈ സിനിമയിലുള്ളതാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലാകുന്ന രീതിയിലാണ്. ആദ്യമായിട്ടാണ് ഇത്രയും കട്ട ലാഗടിപ്പിക്കുന്ന ഒരു ആക്ഷൻ മൂവി കാണുന്നത്. കട്ട ബോറും കട്ട ലാഗും. പിന്നെ ഈ സിനിമ കണ്ട് വെറുതെ സമയം കളഞ്ഞു എന്നൊരു വിഷമം ഇപ്പോഴും ബാക്കിയാണ്. ടൈറ്റിൽ കാണിക്കാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നുണ്ട്. കുറച്ച് സീൻസ് കാണിച്ചിട്ടാണ്, പിന്നെ ഓരോ ഹെഡിങ് എഴുതി കാണിക്കുന്ന ഓരോ കാസ്റ്റ് കാണിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് സീൻസ് കാണിച്ചിട്ട് പെട്ടെന്നൊരു ഇന്റർവെല്, പിന്നെയും കുറെ വലിച്ചു നീട്ടി എന്തൊക്കെയോ കുറെ കാണിക്കുന്നുണ്ട്. പ്രണയം പോലും കാണിക്കുന്നത് അവര് പരാജയപ്പെട്ടു പോയി. പ്രണയം പോലും ഒരു പോസിറ്റീവ് വൈബിൽ കാണിക്കാൻ വേണ്ടി അവർക്ക് ഇത് കഴിഞ്ഞിട്ടില്ല. BGM ഒക്കെ ഒരു DJ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എത്ര ബോറടിച്ചാലും ഉറക്കം വരില്ല. സിനിമയിൽ ഒരാളെ പോലും വെറുതെ വിടാതെ വന്നവനെ നിന്നവനെയും പോകുന്നവനും ഒക്കെ പിടിച്ചെടുത്ത് സ്ലോ മോഷൻ സീൻസ് അവര് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സമയം പോകുന്നതല്ലാതെ അത്രയ്ക്ക് കട്ട ബോറായിരുന്നു സിനിമ. ഏകദേശം ഒരു 40-45 മിനിറ്റോളം ഓരോരുത്തർക്കും സ്ലോ മോഷൻ തന്നെ കൊടുത്തവര് വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും സിനിമയുടെ ലാസ്റ്റ് അരമണിക്കൂർ അടിപൊളിയായിരുന്നു. ബിനിൽ വിചാരിച്ചാണ് എന്തായാലും ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടതല്ലേ, എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാണിച്ചില്ലെങ്കിൽ ഇവർക്ക് സങ്കടമാവില്ല എന്നോർത്തായിരിക്കും. പക്ഷെ ക്ഷമയുള്ളവർ മാത്രം ഈ സിനിമ കാണാൻ പോയാൽ മതി. അത് മാത്രമേ എനിക്ക് പറയാനുള്ള. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം നമുക്ക് ആ ലാസ്റ്റ് അരമണിക്കൂർ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിനിമയിൽ കാണാൻ പറ്റും. തെറിവിളി എന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് കുട്ടികളും ഒരിക്കലും ഈ സിനിമ കാണരുതെന്നാണ്. കാരണം ചുരുളിയിൽ അതേപോലെയുള്ള ഓരോ വാക്കിന്റെ ആദ്യമൊക്കെ തുടങ്ങുന്നതേ തെറിവിളിയിലാണ്. ഓരോ സെന്റൻസിന്റെ ആദ്യം പോലും തെറിവിളി. കുട്ടികളൊന്നും മാക്സിമം ഈ സിനിമ കാണാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് വേണ്ടി ബിനിൽ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. എന്തായാലും താല്പര്യമുള്ളവർ, ക്ഷമയുള്ളവർ മാത്രം ഈ സിനിമ കാണുക. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ക്ഷമയുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.